അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹ തുലാബുൽ അഇസ്സ മർഹബൻ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ മർഹബൻ ബിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കാറുള്ള മുഫക്കിറ എന്ന് പറയുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എഴുതാനിടയിലുള്ള ഡയറിയെക്കുറിച്ച്, ഓർമ്മക്കുറിപ്പിനെ സംബന്ധിച്ചൊക്കെ പരീക്ഷയ്ക്ക് പൊതുവെ ചോദ്യങ്ങൾ കാണാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അത്തരം ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്. നമുക്ക് ഈ കഴിഞ്ഞ ഏതാനും ഒന്നര ആഴ്ചക്ക് മുമ്പ് നടന്ന ഒരു 7ാം ക്ലാസ്സിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ ചോദിച്ച ഒരു മുഫക്കിറയുടെ ചോദ്യമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നെക്തുബുൽ മുഫക്കിറ, നമുക്ക് എന്ത് എഴുതാം? ഒരു ഡയറി, ഒരു ഓർമ്മക്കുറിപ്പ് എഴുതാം. നബിയിൽ വലതുൻ, നബിയിൽ ആരാണ്? ഒരു കുട്ടിയാണ്. യുഹിബുൽ ഹയവാനാത്തി വത്തുയൂർ, അവൻ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. യൗമൻ ഖറജ മഅ വാലിദിഹി ലിസിയാറത്തിൽ ഹദീഖത്തിൽ ഹയവാനാത്ത്, ഒരു ദിവസം അവൻ സൂ സന്ദർശിക്കാൻ വേണ്ടി അവൻ്റെ പിതാവിൻ്റെ കൂടെ പുറപ്പെട്ടു. റഅ ഫിഹ മുഖ്തലിഫൽ ഹയവാനാത്തി മിസ്ലൽ അസദ് വൻ നിമിർ വൽ ഫീൽ വൽ സറാഫത്ത് വൽ ഖിർദ്, അവിടെ ഒരുപാട് ഹയവാനാത്തിനെ അവൻ കണ്ടു. അവൻ എന്തൊക്കെ ഹയവാനാത്തിനെ കണ്ടത്? അസദിനെ കണ്ടിട്ടുണ്ട്, നിമിറിനെ കണ്ടിട്ടുണ്ട്, ഫീലുണ്ട്, സറാഫത്ത്, ഖിർദ് ഒക്കെ അവൻ അവിടെ കണ്ടിട്ടുണ്ട്. എന്നിട്ടോ വതുയൂറൻ മുതനവ്വിഅ, ഒരുപാട് വിവിധ ഇനം പക്ഷികളെ അവൻ അവിടെ കണ്ടു. മിസ്ല ത്വാഊസ് വൽ നആമ വൽ ഹമാമ വൽ ബബ്ആ, അങ്ങനെ മയിലുണ്ട്, അതുപോലെ തന്നെ പ്രാവുണ്ട്, അതോടൊപ്പം തന്നെ ബബ്ആ ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അവൻ അവിടെ കാണാണ്. വഫി തിൽക ലൈലത്തി, ആ ദിവസം രാത്രി, അറാദ നബീലു അൻ യക്തുബ മുഫക്കിറാത്തൻ, അങ്ങനെ അന്ന് രാത്രി അവനൊരു മുഫക്കിറ, ഒരു ഡയറി, ഒരു ഓർമ്മക്കുറിപ്പ് എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. ഹയ്യ നുസാഇദുഹു, നമുക്ക് എന്ത് ചെയ്യാം? അവനെ സഹായിക്കാം. നമ്മുടെ നബീൽ അവൻ്റെ ഉപ്പാൻ്റെ കൂടെ, അവൻ്റെ വാലിദിൻ്റെ കൂടെ എങ്ങോട്ട് പോയി? ഒരു സൂ സന്ദർശിക്കാൻ പോയി. അതുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഈ ഒരു പ്രവർത്തനം എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഒരു ഡയറി, ഒരു ഓർമ്മ, ഒരു മുഫക്കിറ എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എന്നൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയുന്നുണ്ട്. മക്കളെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ല എന്ന് കരുതിക്കോളൂ. നമ്മൾ ആദ്യം എന്ത് എഴുതണം? അവിടെ ദിവസം എഴുതണം. ദിവസം, അതുപോലെ തന്നെ ഡേറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ഏതാണ്? യൗമുൽ സബത്ത്, യൗമുൽ അഹദ്, യൗമുൽ ജുമുഅ, യൗമുൽ അർബിഅ പോലെയുള്ള ദിവസം നമ്മൾ അവിടെ എഴുതണം. അതോടൊപ്പം തന്നെ ഏതാണ് അന്നത്തെ ഡേറ്റ്, തീയതി ഉണ്ടാവുമല്ലോ, തീയതി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതണം. ഓക്കെ, ഇത് രണ്ടും എഴുതുക. ഏത് ഭാഗത്ത് എഴുതേണ്ടത്? ആ ആൻസർ പേപ്പറിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്താൻ? ഇത് എഴുതാൻ. ഓക്കെ ആണോ? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് നമ്മളൊരു ഡയറി തുടങ്ങേണ്ടത്, ഒരു മുഫക്കിറ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് നോക്ക്. അല്യവും, ഇന്നേ ദിവസം, അന മസ്റൂറുൻ ജിദ്ദ, ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? ഖറജ്തു മഅ വാലിദി, ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ പുറപ്പെട്ടു. ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. പൊന്നാര മക്കളെ, അത്യാവശ്യം ബുദ്ധിയുള്ള ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന 3 വരി വായിച്ചാൽ തന്നെ ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്ന് അവന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ നോക്ക്. ഖറജ്തു മഅ വാലിദി, ഞാൻ എൻ്റെ ഉപ്പയുടെ കൂടെ പുറപ്പെട്ടു. ബാക്കി നമുക്ക് എവിടെ കണ്ടെത്താൻ പറ്റും? ബാക്കി ഈ കാണുന്ന പാരഗ്രാഫിൽ ബാക്കി എഴുതേണ്ടതുണ്ട്. എന്താണ് ഇനി നമ്മൾ അവിടെ എഴുതേണ്ടതെന്ന് ഈ കാണുന്ന പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. നോക്ക്. അൽയൗം ഖറജ്തു മഅ വാലിദി ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, എന്ത് സന്ദർശിക്കാൻ വേണ്ടി പോയി? സൂ സന്ദർശിക്കാൻ വേണ്ടി, മൃഗശാല സന്ദർശിക്കാൻ പോയി. റഅ ഫിഹ, അവിടെ കണ്ടു എന്നതിന് പകരം ഞാനല്ലേ ഡയറി എഴുതുന്നത്? നബീലായ ഞാനല്ലേ ഡയറി എഴുതുന്നത്? അപ്പം ഞാൻ കണ്ടു എന്ന് പറയണ്ടേ? ഈ റഅ എന്ന ഫിഅലു മാളിയെ ഞാൻ കണ്ടു എന്നാക്കി മാറ്റുമ്പോൾ അവിടെ എന്ത് മാറ്റം സംഭവിക്കുക? ഞാൻ കണ്ടു, ഞാൻ കണ്ടു. നമ്മൾ പഠിച്ചിട്ടുണ്ട് റഅ പ്ലസ് അന, റഅ പ്ലസ് അന റഅയ്തു എന്നാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടു, റഅയ്തു. റഅയ്തു എന്നാക്കിയിട്ട് നമ്മൾ ഇവിടെ മാറ്റണം. എവിടെയാണ്? ഇവിടെ റഅ എന്ന് കാണുന്ന ഭാഗത്ത് ഈ റഅ എന്ന് കാണുന്ന റഅയെ നമ്മൾ മാറ്റിയിട്ട്
റഅയ്തു എന്നാക്കുക. റഅയ്തു കാണുന്നുണ്ടോ? റഅയ്തു ഞാൻ എന്ത് ചെയ്തു? ഞാൻ കണ്ടു. ഇത് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റഅയ്തു ഞാൻ കണ്ടു. എന്താ കണ്ടത്? റഅയ്തു ഫിഹ മുഖ്തലിഫൽ ഹയവാനാത്തി മിസ്ലൽ അസദി വന്നമിർ വൽ ഫീലി വസ്സറാഫത്തി വൽ ഖിർദ്. ഇതാ ഈ മൃഗങ്ങളെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. വതുയൂറ മുതനവ്വിഅ മിസ്ല ത്വാഊസ് വൽ ഹമാമത്തി വൽ ബബ്ആ. ഇങ്ങനെ എന്തൊക്കെയാണ് അവൻ കണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഈ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതാണ്. അവിടെ ഏത് ഭാഗത്താണ് മാറ്റം വരുത്തേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തന്നു. റഅ കണ്ടു എന്നാണ്, ഞാൻ കണ്ടു എന്നാക്കി മാറ്റണം. ദഹബ പോയി എന്നാണ്, ഞാൻ പോയി എന്നാക്കി മാറ്റണം. ഇവിടെ നോക്ക്, ഖറജ ഖറജ്തു എന്നാക്കി മാറ്റിയത് കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ അവിടെ വരുത്തേണ്ടത്. ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇവന് അങ്ങേയറ്റ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഈ ഡയറി എങ്ങനെ അവസാനിപ്പിക്കണം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ അറിഞ്ഞിരിക്കുക. ഓക്കെ, നോക്ക്, ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുന്ന വളരെ സന്തോഷമുള്ള ഒരു ദിവസം. നമുക്ക് അവസാനം എന്ത് ചെയ്യാം? മാ അജ്മലുല്യവും ഇന്നേ ദിവസം എന്ത് സന്തോഷമാണ്, എന്ത് ഹാപ്പിയാണ് ഇന്ന്. ഇന്നേ ദിവസം എന്ത് സന്തോഷമാണ്. ലാ അൻസ ഹാദല്യവും, ഈ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നില്ല? മറക്കുകയില്ല. ലാ അൻസ ഹാദല്യവും. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ രണ്ട് സെൻറ്റൻസ് ഞാൻ അവസാനം എഴുതിയ ഈ രണ്ട് സെൻറ്റൻസ് മക്കൾ എന്ത് ചെയ്യുക? അവിടെ ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. ഏതൊരു മുഫക്കിർ എഴുതാൻ പറഞ്ഞാലും ആദ്യത്തിലുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതിൻ്റെ നടുവിൽ എന്താണ് എഴുതേണ്ടതെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പാരഗ്രാഫിൽ തന്നിട്ടുണ്ടാവും. അവസാനം നമ്മൾ എഴുതേണ്ടത് മാ അജ്മലുല്യം, എന്ത് സന്തോഷം എന്ന് പറയുന്നത്, എന്ത് മനോഹരമായ ദിവസമാണിന്ന്. ലാ അൻസാ ഹാദല്യവും, ഈ ദിവസത്തെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ആ മുഫക്കിറയുമായി ബന്ധപ്പെട്ട ആ 5 മാർക്ക് നമുക്ക് കിട്ടും. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മക്കളെ, പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം ഷുവറാണ്, എന്തായാലും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.